ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാണ്. ആദ്യമായിട്ട് നമുക്കൊരു എല്ലാവരുടെയും ശ്രദ്ധ ചർച്ചയിലേക്ക് ഏകാഗ്രമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു 30 സെക്കൻഡ് പ്രാർത്ഥന, നിശബ്ദ പ്രാർത്ഥന. സൈലൻസ് പ്ലീസ്. ഓക്കെ, താങ്ക്സ്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് സാർ പിന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ. ശരി. ഞാൻ ആദ്യമായിട്ട് സ്വാഗതം പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആദരണീയനായിട്ടുള്ള സർ പി.ഒ. ലബ്ബ സാറിനെ ക്ഷണിക്കുകയാണ്. ലബ്ബ സാർ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം കേട്ടോ, പ്ലീസ്. മൈക്ക് മ്യൂട്ട് ചെയ്യണം, ശബ്ദം വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട വെങ്കടി സാർ, ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ ധനേശൻ ഉണ്ണിത്താൻ, രത്നകുമാർ ആൻഡ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ മേഖലയിൽ, അതായത് എനർജി കൺസർവേഷനും എനർജി മാനേജ്മെന്റും മേഖലയിൽ വളരെയധികം വർഷം പ്രവർത്തിച്ച ഒരു പ്രശസ്ത വ്യക്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു. ആ പൊസിഷനിൽ ഇരുന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിശേഷിച്ചും എനർജി കൺസർവേഷൻ ക്ലബ്ബുകൾ തുടങ്ങുന്നതിലും അതുപോലെ തന്നെ അത് സംബന്ധിച്ചുള്ള പ്രോജക്ട്സ് കുട്ടികളെ കൊടുക്കുന്നതിലും അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമായിട്ടും ഈ എനർജി കൺസർവേഷൻ അവാർഡ്സ്, എല്ലാ മേഖലകളിലും അവാർഡ്സ്, അതായത് മേജർ ഇൻഡസ്ട്രീസ്, മൈനർ ഇൻഡസ്ട്രീസ്, ഈവൻ വീട്ടിലെ ഹൗസ് വൈഫ്സിന് വരെയുള്ള അവാർഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ശരിയായ ഒരു പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശ്രീ ധനേശൻ. അതുപോലെ തന്നെ എനർജി കൺസർവേഷൻ ക്ലബിന്റെ എനർജി കൺസർവേഷന്റെ സ്റ്റേറ്റ് അവാർഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് പല പ്രാവശ്യം അദ്ദേഹം പോയി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് വളരെ ആദരണീയനായ ഒരു വ്യക്തിയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ധനേശൻ ഉണ്ണിത്താന്റെ പ്രസംഗം വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശരി. ഇനി അടുത്തത് അധ്യക്ഷന്റെ ഉപക്രമമാണ്. ഞാൻ വളരെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സ്പീക്കറെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ലബ്ബ സാറ് ഏതാണ്ട് വിശദമായി തന്നെ പരിചയപ്പെടുത്തിയത് കൊണ്ട് എൻ്റെ ജോലി വളരെ ലളിതമായിരിക്കും. എന്നാലും ഇന്നത്തെ ലെക്ചറിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇന്നത്തേതടക്കം നമുക്ക് 4 ലെക്ചറുകൾ കൂടിയാണ് ഈ ആരംഭദശയിലുള്ള 10 ലെക്ചറുകളിൽ ബാക്കി ആയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ലെക്ചർ കൂടി കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് 3 ലെക്ചറുകൾ കൂടി ഉണ്ടാവും. ചൊവ്വ, വ്യാഴം, ശനി. അതോടുകൂടി 8-ാം തീയതിയോടുകൂടി നമ്മൾ ഈ നിർത്തുകയും നമ്മുടെ പ്രോജക്റ്റ് വർക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് ഔപചാരികമായിട്ടുള്ള ഒരു നിർദ്ദേശം തരികയും ചെയ്യും. അന്ന് അതിൽ വിശദാംശം എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ ഉണ്ടാവും. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ പരീക്ഷ നടക്കുന്ന സമയമാണ്. അവർ പരീക്ഷയിൽ തന്നെ പരിപൂർണമായും ശ്രദ്ധിക്കട്ടെ, പരീക്ഷ കഴിയുന്നത് വരെ. അത് കഴിഞ്ഞും തുടർന്ന് അവർക്ക് പ്രോജക്റ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് പ്രോജക്റ്റ് ഈ ക്ലാസ്സുകൾ അടുത്ത ആഴ്ചത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി തന്നെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാം. ചില ആളുകൾ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വിരോധം അവർക്ക് വീണ്ടും തുടർന്ന് ഗൗരവത്തിൽ ആരൊക്കെയോ മൈക്ക് ഓഫ് ചെയ്യാത്തവരുണ്ട്. ദയവായി മൈക്ക് ഓഫ് ചെയ്യുക. അതുകൊണ്ട് അവിടെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാമോ? ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. അപ്പോഴ്
നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇന്നത്തെ പ്രഭാഷണത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. പ്രഭാഷണത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ഊർജ രംഗം, ഊർജ സംരക്ഷണ രംഗം, ഊർജത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക്, അതായത് പരിസ്ഥിതി നാശം പരമാവധി കുറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള മേഖലയിൽ എന്തെല്ലാം പുത്തൻ ഇന്നവേഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാൻ സാധ്യതകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു കാൻവാസ് വരച്ച് കാണിച്ചു തരാനായിരിക്കും ശ്രീ KM ധരേശൻ ഉണ്ണിത്താൻ ശ്രമിക്കുന്നത്. അദ്ദേഹം EMC അഥവാ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. ഡയറക്ടറായി റിട്ടയർ ചെയ്തു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ലബ്ബ സാറിൻ്റേതുപോലെ വളരെ സുദീർഘമായ, ലബ്ബ സാറ് 16-17 വർഷം TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നിട്ടുണ്ട്. അതുപോലെ ധരേശൻ ഉണ്ണിത്താൻ എനിക്ക് തോന്നുന്നത് 10-16 വർഷം EMCയുടെ ഡയറക്ടറായി, ഒരുപക്ഷെ അതിൽ കൂടുതൽ വർഷം EMCയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. എനിക്ക് തുടക്കം മുതൽക്ക് തന്നെ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു ശ്രീ ഉണ്ണിത്താൻ EMCയിൽ. അതിരിക്കട്ടെ, അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ അടുപ്പിച്ചുള്ള 10 വർഷങ്ങളിൽ 7 വർഷവും ഇന്ത്യയിൽ ഊർജ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. അത് ഏറ്റവും. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ അറിയേണ്ടത്, ഗവൺമെൻറ് മേഖലയിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിന് വേണ്ടി അദ്ദേഹം ഡയറക്ടറായിരിക്കുന്ന അവസരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹാബിറ്റാറ്റ് ഡിവിഷൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവരുടെ ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം അവരുടെ വാർഷിക റിപ്പോർട്ടിൽ അതിന് കവർ ചിത്രമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ പടം ഉപയോഗിക്കുകയും ആഗോളാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട 5 കെട്ടിടങ്ങൾ, പ്രത്യേകിച്ചും ഗ്രീൻ എനർജിയുടെ കാര്യത്തിൽ 5 കെട്ടിടങ്ങളുള്ളതിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണത്. ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ KM ധരേശൻ ഉണ്ണിത്താൻ്റെ. അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. ഊർജ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് എങ്ങനെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ മുഖ്യ വിഷയമായിട്ടുള്ള കാർബൺ ന്യൂട്രൽ ലിവിങ്, അതായത് സ്ഥായിയായിട്ടുള്ള പരിസ്ഥിതി മെച്ചപ്പെടുത്തലിന് എങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാം, കാർബൺ വമനം ഏറ്റവും കുറച്ചുകൊണ്ട് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാനും അത് പ്രവർത്തിപ്പിച്ച് അതിൽ നല്ല സൊല്യൂഷനും ഉണ്ടാക്കാൻ വേണ്ടുന്ന ചെറിയ ചില സൂചനകൾ മാത്രം തരികയും അത് നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങൾക്ക് അതിനെ പുതിയ നല്ല പ്രോജക്റ്റുകളും നല്ല പരീക്ഷണങ്ങളും ഒക്കെ ആക്കി മാറ്റി അവസാനം നല്ല ചില നിർദ്ദേശങ്ങളുമായിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റിൻ്റെ അവസാനം വരാൻ കഴിയും. അതാണ് ഈ സീരീസിൻ്റെ അവസാന ഭാഗത്തുള്ള ലെക്ചേഴ്സൊക്കെ അതിനുവേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അടുത്ത ആഴ്ചയിലത്തെ 3 ലെക്ചേഴ്സും ഇതേപോലെ തന്നെ അതാത് രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവർ നിങ്ങൾക്ക് ചെറിയ ചില സൂചനകൾ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നൽകിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അത് ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ചോദ്യോത്തര സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഏത് സംശയവും അല്ലെങ്കിൽ ഏത് പുതിയ ആശയവും നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് അഭിപ്രായ വിനിമയം നടത്തി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതുമാണ്. മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. ഇക്കാലത്തിനിടയ്ക്ക് വിദ്യാർത്ഥികൾ, വനിതകൾ, അതുപോലെ തന്നെ വീടുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലകളിലും ഊർജ മാനേജ്മെൻറ്റിന് വേണ്ടി പുതിയ പുതിയ പല കാൽവെപ്പുകളും
ആ EMCയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും അല്ലാതെയും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തെ സാഗൂതം ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ശ്രീ KM ധരേശൻ ഉണ്ണിത്താനെ ക്ഷണിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനായി. ബഹുമാനപ്പെട്ട ദാമോദരൻ സാർ, ലബ്ബ സാർ, ഓഡിബിൾ ആണല്ലോ, കേൾക്കാമല്ലോ? Yes, yes. പ്രിയമുള്ള രത്നകുമാർജി, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ കാർബൺ ന്യൂട്രാലിറ്റിയെക്കുറിച്ചൊരു ടോപ്പിക്ക് എടുക്കണമെന്ന് ദാമോദരൻ സാർ പറഞ്ഞപ്പോൾ വളരെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു 40 മിനിറ്റ് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ നാം ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ അബാറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഈക്വൽ ആവണം. പക്ഷെ അത് നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഈ ഇടയ്ക്കൊക്കെ പേപ്പറിൽ അല്ലെങ്കിൽ ജേർണലിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഭൂമിയുടെ താപനില, ആഗോള താപനില കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആർട്ടിക്, അന്റാർട്ടിക് റീജിയൻസിലുള്ള ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്യുന്നു, സീ ലെവൽ ഉയരുന്നു, പല പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നാം കേൾക്കുന്നുണ്ട്. ഈ സീ ലെവൽ റൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഐസ് ക്യാപ്പിലുള്ള ഐസ് പ്യുവർ വാട്ടറാണ്. ഈ പ്യുവർ വാട്ടർ നമ്മുടെ സീ വാട്ടറുമായിട്ട് ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ഇവാപ്പറേഷൻ റേറ്റ് വളരെ കൂടുതലും വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന മഴയുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആകുകയും ഒരു ദിവസം കിട്ടേണ്ട മഴ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പെയ്ത് നമ്മുടെ ഫലഭൂയിഷ്ഠമായ ഭൂമിയിലെ മുകളിലുള്ള മണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് കടലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വിചാരിക്കും എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഭൂമിക്ക് കൂടി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയതും കൂടാനുള്ള കാരണവും 1760 മുതൽ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ 13.6 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു. ഇപ്പം അത് 15.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നാം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഭൂമിയുടെ താപനില ഉയരുന്നത് 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പിടിച്ചു നിർത്തണം. അത് നമ്മൾ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ 2100 ഈ ടെമ്പറേച്ചർ റൈസ് നമ്മൾ 1.5 കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് ഈ 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ക്രോസ് ചെയ്തു. ഇതിൻ്റെ അർത്ഥം ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്നത് മൂലം. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ സാധാരണ 37 മുതൽ 38 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതുപോലെ നാം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 37 മുതൽ 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതേസമയം 29/5/2024 ഇന്ത്യയിൽ 52.9 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്
ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത്. അതായത് ന്യൂഡൽഹിക്ക് അടുത്തുള്ള മുങ്കേഷ്പുരി എന്ന് പറയുന്ന സ്ഥലത്ത്. അതിന് മുമ്പുള്ള പ്രീവിയസ് റെക്കോർഡ് എന്ന് വെച്ചാൽ 2016 പലോഡി എന്ന് പറയുന്ന രാജസ്ഥാനിലെ സ്ഥലത്ത് 51 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഒരു ടെമ്പറേച്ചർ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഈ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് കേരളത്തിൽ വളരെ കൂടുതലായതുകൊണ്ട് നമുക്കൊരു 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുന്ന സമയത്ത് പോലും നമുക്ക് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫീൽ ചെയ്യും. അന്നേരം ഇത്തരം ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ മീഥേൻ ഉണ്ട്. ഈ മീഥേൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 27 ടൈം മാരകമാണ്. നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അത് അതിനെക്കാട്ടി മാരകമാണ്. വാട്ടർ വേപ്പർ ഉണ്ട്, ഓസോൺ ഉണ്ട്. അന്നേരം ഒരു സംശയം വരും, ഓസോൺ നല്ലതല്ലേ? നമ്മുടെ വെളിയിൽ നിന്നുള്ള ആ കിരണങ്ങളെ തടയുന്നത് ഓസോൺ പാളികളല്ലേ? അത് സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ നല്ലതും ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ദോഷവുമാണ്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ ഈ ഓസോൺ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. പണ്ട് നമ്മൾ എയർ കണ്ടീഷനിലൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. ഇപ്പം നമ്മൾ അതിന് പകരം ഗ്രീൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. 2015 പാരീസിൽ നടന്ന ഒരു എഗ്രിമെൻറ്റ് ഉണ്ട്. പാരീസ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 2100 ആകുമ്പോഴത്തേക്ക് ഈ ഭൂമിയുടെ ടെമ്പറേച്ചർ റൈസ് 2 ഡിഗ്രിക്ക് അകത്ത് നിർത്തണം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 13.6 + 2 15.6 ഡിഗ്രി സെൻറ്റിഗ്രേഡിനകത്ത് നിർത്തണം. ഇതിൻ്റെ പീരീഡ് എന്ന് വെച്ചാൽ എടുക്കുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ലെവലാണ് എപ്പോഴും എടുക്കുന്നത്. അന്നേരം ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1.5 ഡിഗ്രി റൈസ് വന്നു കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ 23-24 1923 1924 തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 0.72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനകത്ത് ഏറ്റവും വലിയ റൈസാണ് ഈ ടെമ്പറേച്ചർ റൈസ് വന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മെക്കനൈസേഷൻ ഇല്ല, എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. എല്ലാവരും അഗ്രികൾച്ചറും കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ 280 പാർട്സ് പെർ മില്യൺ ആണ്. ഫെബ്രുവരി 27 കഴിഞ്ഞ ആഴ്ച 425 ppm ആണ് ഇപ്പോഴത്തെ കാർബൺ കോൺസെൻട്രേഷൻ. ഇങ്ങനെ പോയാൽ നമ്മൾ 450 ppm ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്ന 2100 ഏകദേശം 700 ppm ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് ഏകദേശം 8500 വർഷം ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം കോൾ അധിഷ്ഠിത വ്യവസായങ്ങളും കോൾ അധിഷ്ഠിത പവർ പ്ലാന്റ്സും വന്നത് മൂലം കൽക്കരിയുടെ ഉപയോഗം അമിതമായി കൂടുകയും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ബാക്കിയെല്ലാം നൈട്രസ് ഓക്സൈഡ്, സൾഫറിൻ്റെ കോമ്പൗണ്ട്സ് ഇതെല്ലാം നമ്മുടെ ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. അന്നേരം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നേരം നമ്മളിപ്പം മറ്റൊരാളെ പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ
നമ്മൾ വീട്ടിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെല്ലാം ആണ് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്, അതുപോലെ LPG കിട്ടുന്നുണ്ട്, ചില വീടുകളിൽ വിറക് ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ചാർക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പറയും പല വീട്ടിലും നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചാർക്കോൾ ഉപയോഗിക്കുന്നു, മണ്ണെണ്ണ ഉപയോഗിക്കുന്ന വീടുണ്ട്, ബയോഗ്യാസ് ഉപയോഗിക്കുന്ന വീടുണ്ട്. ഇപ്പം സിറ്റികളിലൊക്കെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ്ഡ് ഗ്യാസ് ആയിട്ട് കിട്ടുന്നുണ്ട്, പെട്രോൾ ആൻഡ് ഡീസൽ കിട്ടുന്നുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ മിക്കവാറും എല്ലാ ഇതും കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എനർജിയിലേക്ക് വരുന്നുണ്ട്. അത് നമ്മളിവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല, അത് വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റും. പല വീടുകളിലും ഇപ്പം സോളാർ വന്നു. ചെറിയ വിൻഡ് ടർബൈൻസ് 1 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ വിൻഡ് ടർബൈൻസ് പല വീട്ടിൻ്റെ മേളിലുണ്ട്. ഇപ്പം വയനാട്, ഇടുക്കി ജില്ലകളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ മൈക്രോ ഹൈഡൽ സ്റ്റേഷൻസ് ഉണ്ട്. വെള്ളം ഉയരത്തിൽ കിട്ടുന്ന വെള്ളത്തിന് കുഴൽ വഴി കൊണ്ടുവന്ന് 1 കിലോവാട്ട് 2 കിലോവാട്ട് ഉള്ള ചെറിയ ടർബൈൻസ് ഉപയോഗിച്ച് നമുക്ക് വീടുകളിലേക്ക് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഈ പറഞ്ഞ ഈ സോളാർ, വിൻഡ്, മൈക്രോ ഹൈഡലൊക്കെ റിന്യൂവബിൾ എനർജിയാണ്, ഗ്രീൻ എനർജിയാണ്. നമുക്കത് പ്രകൃതിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുമ്പം വുഡ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം 1 കിലോ LPG ഉപയോഗിക്കുന്ന ആൾ തത്തുല്യമായിട്ട് വുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 4.5 കിലോ വുഡ് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ബാക്കി എല്ലാ ഇതും. അന്നേരം ആ സ്ഥിതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിന്യൂവബിൾ എനർജി കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ കാർബൺ അബാറ്റ്മെൻറ്റിന് ഏകദേശം 30% ഉപയോഗിക്കാൻ പറ്റുന്നത് റിന്യൂവബിൾ എനർജിയാണ്. അതുപോലെ തന്നെ ഏകദേശം 35% എനർജി എഫിഷ്യൻസിയാണ്, അതായത് ഊർജ കാര്യക്ഷമത കൂടിയ ഉപകരണങ്ങളും ഊർജ മാനേജ്മെൻറ്റ്, ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ചെയ്യുക, കൂടിയ പവറുള്ളത് മാറ്റി കുറഞ്ഞ പവറിലേക്കും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് മാറ്റുക. പിന്നെ സസ്റ്റൈനബിൾ ലാൻഡ് യൂസ്, ഭൂമിക്ക് ദോഷം വരുന്ന മരങ്ങൾക്ക് പകരം കൂടുതലായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ വീട് വെക്കുമ്പോൾ കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിക്കാതെ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്ടറിയിൽ നിന്നുള്ള പ്രോഡക്റ്റോ ഏറ്റവും കുറഞ്ഞ എനർജി ഇൻപുട്ടുള്ള മെറ്റീരിയലോ ഉപയോഗിച്ചുകൊണ്ട് ക്ലൈമറ്റിന് ദോഷം വരാത്ത രീതിയിലുള്ള ബിൽഡിംഗ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കുറച്ച് കോസ്റ്റ്ലിയാണ് കാർബൺ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാർബൺ ക്യാപ്ചർ ചെയ്ത് അത് കടലിൻ്റെ അടിയിലുമൊക്കെ സിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജിയും ഇന്ന് ഉണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ 100 വാട്ടിൻ്റെ ബൾബുണ്ട്, 1000 വാട്ടിൻ്റെയൊക്കെ ബൾബുണ്ട്. 1000 വാട്ടിൻ്റെ ഉണ്ട്, 500 ഉണ്ട്, 250. ഈ 3 നമ്മൾ കൂടുതലായിട്ട് ഉത്സവ പറമ്പുകളിലും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, 1000 വാട്ടിൻ്റെ ഒരു ബൾബ് 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് 1 യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ 100 വാട്ട്, 60 വാട്ട്, 40 വാട്ട്, 15 വാട്ട്. ഈ 15 വാട്ടിൻ്റെ ഒരു പെറ്റ് നെയിം ഉണ്ട്, 0 വാട്ട്. കാര്യം വെച്ചാൽ നമ്മൾ 100 വാട്ട് ഉപയോഗിക്കുന്നിടത്ത് 15 എന്ന് വെച്ചാൽ വളരെ ചെറുതായതുകൊണ്ട് നമ്മളതിന് ഒരു ചെറിയൊരു പേരിട്ട് കൊടുത്തു, 0 വാട്ട്. എന്നാൽ പല വീടുകളിലും നമ്മൾ പണ്ട് പോയി ചോദിക്കുമ്പോൾ ഈ 0 വാട്ട് അല്ലേ സാർ, അത് വൈദ്യുതി ഉപയോഗിക്കത്തില്ലല്ലോ
അങ്ങനെ നോക്കുമ്പോൾ പല വീടുകളിലും 24 മണിക്കൂറും 0 വാട്ട് ബൾബ് പ്രവർത്തിക്കുന്നുണ്ട്. അന്നേരം 15 വാട്ട്സ് ഉള്ള ബൾബ് 24 മണിക്കൂറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 360 വാട്ട് അവർ, അതായത് 0.36 യൂണിറ്റ് വൈദ്യുതി വേണം. ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന LED ബൾബാണെങ്കിൽ 9 വാട്ടാണ് ഉള്ളത്. നമ്മൾക്ക് 8 ബൾബ് ഒരു വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ 5 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള വൈദ്യുതിയാണ് ശരിക്കും പറഞ്ഞാൽ 360 വാട്ട് അവർ. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന 0 വാട്ട് ബൾബ് ഒരു ദിവസം ഉപയോഗിക്കുന്ന വൈദ്യുതി മതി ഇന്ന് നമ്മുടെ വീട്ടിൽ 8 ബൾബുകൾ 9 വാട്ട്സ് ഉള്ള 8 ബൾബുകൾ 5 മണിക്കൂറിൽ ഉപയോഗിക്കാൻ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം നമ്മൾ എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തു. അന്നേരം ഇന്നിപ്പം കേരളത്തിലെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 70% തെർമൽ റൂട്ടിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. കൽക്കരി അല്ലെങ്കിൽ ബാക്കി ഉള്ള ഇന്ധനങ്ങൾ, അതായത് ഫോസിൽ അധിഷ്ഠിത ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അന്നേരം നമ്മൾ 1 യൂണിറ്റ് വൈദ്യുതി നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ 1 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അന്നേരം 1 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ നമുക്ക് 6 രൂപ ലാഭം ഉണ്ടെങ്കിൽ, ബില്ലിൽ ലാഭം ഉണ്ടെങ്കിലും, പക്ഷേ അതിനേക്കാൾ വലുത് നമ്മൾ 1 കിലോഗ്രാം കാർബൺ എമിഷൻ കുറച്ചു എന്നുള്ളതാണ്. അടുത്തത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ വളരെ ബൾക്കി ആയിട്ടുള്ള ഫാനായിരുന്നു. അത് 100 വാട്ട്സ് എടുത്തിരുന്നു. അത് മാറി കാലം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് 75 വാട്ട്സിൻ്റെ ഫാനായി, പിന്നെ 55 വാട്ട്സിൻ്റെ ഫാനായി, പിന്നെ ഇലക്ട്രിക്കൽ റെഗുലേറ്ററായി, അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് റെഗുലേറ്ററായി. അന്നേരം ഇലക്ട്രിക്കൽ റെഗുലേറ്റർ ആയാലും ഇലക്ട്രോണിക് റെഗുലേറ്റർ ആയാലും സ്പീഡ് കുറച്ചാൽ നമുക്ക് വാട്ടേജ് കുറയ്ക്കാൻ പറ്റും. അടുത്ത കാലത്ത് BLDC എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തുള്ള ഫാൻ വന്നു, ബ്രഷ്ലെസ് DC ഫാൻ. നമുക്കറിയാം അതിന് ഇതൊന്നും വേണ്ട, റെഗുലേറ്റർ ഒന്നും വേണ്ട. നമുക്ക് പിന്നെ കയ്യിൽ ഹാൻഡി ആയിട്ടുള്ള റെഗുലേറ്റർ വെച്ച് നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് 100 വാട്ട്സ് ഉപയോഗിച്ച ആ സ്ഥാനത്ത് ഇന്നത്തെ BLDC ഫാൻ എന്ന് വെച്ചാൽ 28 വാട്ട്സാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 55 വാട്ട്സ് ഉപയോഗിച്ച സ്ഥാനത്ത്, അതായത് ഒരു 10 വർഷം മുമ്പ് 55 വാട്ട്സ് വെച്ച് ഉപയോഗിച്ച സ്ഥാനത്ത് നമുക്ക് 28 വാട്ട്സിലേക്ക് നമുക്ക് ചുരുങ്ങാൻ പറ്റി. അന്നേരം അവിടെ തന്നെ നമ്മുടെ 1 കിലോഗ്രാം കാർബൺ എമിഷൻ എന്നുള്ളത് നമ്മൾ നേരെ 500 ഗ്രാമിലേക്ക് കുറച്ചു. അന്നേരം ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലും നമുക്ക് കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അന്നേരം ഇവിടെ നമുക്ക് 50% നമുക്ക് എനർജി എഫിഷ്യൻസി അറ്റൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് റെഫ്രിജറേറ്റർ. ഇപ്പം നിങ്ങൾക്കറിയാം സ്റ്റാർ ലേബലിംഗ് വന്നു. അന്നേരം ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് സ്റ്റാർ ലേബലിൽ നിന്ന് മനസ്സിലാവും. സിംഗിൾ സ്റ്റാർ ഉണ്ട്, 2 സ്റ്റാർ ഉണ്ട്, 3 സ്റ്റാർ ഉണ്ട്, 4 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും എനർജി എഫിഷ്യൻസി ആ പീരീഡിൽ 5 സ്റ്റാർ ആയിരിക്കും. ഈ 2024 5 സ്റ്റാർ ആയിരിക്കില്ല, 2025 5 സ്റ്റാർ. ഓരോ വർഷവും അല്ലെങ്കിൽ അതിന് പീരിയോഡിസിറ്റി ഉണ്ട്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ടെസ്റ്റുകൾ നടത്തിയിട്ട് അവർ ഈ സ്റ്റാർ ലേബലിംഗ് കുറച്ചും കൂടെ കൂടുതലായിട്ട് എനർജി എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുപോകും. അന്നേരം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇൻവെർട്ടർ ടൈപ്പ് റെഫ്രിജറേറ്റർ വന്നു. ഇൻവെർട്ടർ ടൈപ്പ് റെഫ്രിജറേറ്റർ വന്നപ്പോഴത്തേക്ക് പണ്ട് കാലത്ത് നമ്മൾ 3 യൂണിറ്റ് ഉപയോഗിച്ചിരുന്ന സാധാരണ റെഫ്രിജറേറ്ററിൻ്റെ സ്ഥാനത്ത് ഇന്ന് 1 യൂണിറ്റിന് താഴെയുള്ള ഇൻവെർട്ടർ ടൈപ്പ് റെഫ്രിജറേറ്റർ ഉണ്ട്. അന്നേരം ആലോചിച്ച് നോക്കി എന്തുമാത്രം നമ്മൾ എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തു, കാർബൺ എമിഷൻ നമ്മൾ കുറയ്ക്കാൻ കഴിഞ്ഞു. അതുപോലെയാണ് നമ്മുടെ എയർ കണ്ടീഷണറിലും. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു 8 മണിക്കൂർ AC ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു 12 യൂണിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇന്ന് സിംഗിൾ ഇൻവെർട്ടർ ടൈപ്പും ഉണ്ട്, ഡബിൾ ഇൻവെർട്ടർ ടൈപ്പും ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം DC മോട്ടറാണ്. നമുക്കറിയാം വൈദ്യുതി കണ്ടുപിടിച്ച സമയത്ത് എക്യുപ്മെൻറ്റ്സ് കൂടുതലും DC ആയിരുന്നു.
ട്രാൻസ്മിഷൻ വന്നപ്പോഴത്തേക്കാണ് അത് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എ സി ട്രാൻസ്മിഷൻ വന്നത്. അന്നേരം ഈ ഡി സി വന്നപ്പോഴത്തേക്ക് ഇപ്പം എ സിയിലാണെങ്കിൽ കംപ്രസറും ഇൻവെർട്ടർ ടൈപ്പാണ്, ഡബിൾ ഇൻവെർട്ടർ ടൈപ്പിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫാനും ഇൻവെർട്ടർ ഇതാണ് ഇൻവെർട്ടർ ടൈപ്പാണ്. അന്നേരം അവിടെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8ഉം 10ഉം യൂണിറ്റ് ആവുന്ന സ്ഥാനത്ത് നമുക്ക് 6ഉം 7ഉം യൂണിറ്റിലേക്ക് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് വീട് പറയുന്നത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പലപ്പോഴും നിങ്ങൾക്കറിയാം എനർജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെ തന്നെ ഒരു കണക്കൊന്ന് എടുത്താൽ ബില്ല് കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ആവറേജ് ബൈ മന്ത്ലി റീഡിങ്ങോ മന്ത്ലി റീഡിങ്ങോ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് എത്ര യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ഒരു ദിവസം നമ്മുടെ ഉപയോഗം എന്ന് കണക്കാക്കി എടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ കാണുന്നത് നമുക്ക് ഒരു റൂമിൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും ലൈറ്റും ഫാനും ഒക്കെ കത്തിക്കിടക്കും. എന്നിട്ട് ആദ്യം നമ്മൾ നോക്കുന്ന ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമ്മൾ പോയിട്ട് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ ലൈറ്റ് കത്തിക്കിടക്കുന്ന ബെഡ്റൂം ആയാലും കിച്ചൺ ആയാലും വർക്ക് ഏരിയ ആയാലും വെളിയിലാണെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ പേരൻസിൻ്റെ പറയുക, ഞാൻ എന്നുമുതൽ തുടങ്ങിയിട്ടുണ്ട് ഈ എനർജി സേവിങ്, അടുത്ത ബില്ലിൽ നമുക്ക് എത്ര രൂപ കുറയും എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് സോഴ്സ് പലപ്പോഴും പൊടി പിടിച്ച് ലൈറ്റ് ഔട്ട്പുട്ട് കുറയുന്ന പ്രവണതയുണ്ട്. അതൊക്കെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ബൾബായാലും CFL ആയാലും ഒക്കെ അത് കേടായാലും നമുക്ക് എടുത്ത് കളയാം. അതേസമയം LED ആണെങ്കിൽ, LED ബൾബ് ആണെങ്കിൽ എടുത്ത് കളയരുത്. ഈ LED ബൾബ് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 9 LED ചിപ്പുകൾ കാണും. അന്നേരം ഏതെങ്കിലും ഒരു ചിപ്പായിരിക്കും കേടായിട്ടുള്ളത്. ഇത് ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പറയും, ഇതുണ്ട് എന്തുകൊണ്ട് ഇത് നമുക്ക് ഷോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അന്നേരം നിങ്ങളുടെ സീനിയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ഉള്ള വയർ ഉപയോഗിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ വലുതാകുമ്പോൾ, ഇത് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ LED ബൾബ് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വീടുകളിലും LPG ആണ്. LPGയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ 63%. അതേസമയം ഇന്ന് ഉപയോഗിക്കുന്നത് കൂടുതലും ഇൻഡക്ഷൻ കുക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഇപ്പം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ പറയുന്നു. കാരണം ഇൻഡക്ഷൻ കുക്കർ എന്ന് വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി 90 to 95%. അന്നേരം എഫിഷ്യൻസി കൂടുമ്പോഴത്തേക്ക് നമുക്ക് അത്രമാത്രം എനർജി ഇൻപുട്ട് കുറച്ച് മതി. അതുപോലെ തന്നെ പല വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നിപ്പോൾ പല വീട്ടിലും നമുക്ക് സോളാർ പാനൽസ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഏകദേശം 7 കിലോവാട്ട് ഗ്രിഡ് കണക്റ്റഡും 1 കിലോവാട്ട് ഓഫ് ഗ്രിഡ് കണക്ഷനും ഉണ്ട്. ഈ 1 കിലോവാട്ട് ഓഫ് ഗ്രിഡ് എന്ന് വെച്ചാൽ ഏകദേശം 10 വർഷമായി. ഈ നമുക്ക് ഈ ഗ്രിഡ് കണക്റ്റഡ് സോളാർ പാനലിൻ്റെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര യൂണിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി, എത്ര മരങ്ങൾ നമുക്ക് നടുന്നതിന് തുല്യമായിരുന്നു ഈ സേവിങ് എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ കണക്ക് നോക്കിയപ്പോൾ ഞാൻ ഏകദേശം 2100 മരങ്ങൾ നടുന്നതിന് തുല്യമായ എനർജി ഈ സോളാർ വഴി ഉപയോഗിക്കപ്പെട്ടു. അതേപോലെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. നമ്മൾ ആലോചിക്കണം, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 27 ടൈമിൽ മാരകമാണ് മീഥെയ്ൻ. നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ? എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് കെട്ടിയിട്ട് അടുത്ത ആളുടെ വീട്ടിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ വലിച്ചെറിയുന്ന ഒരു പ്രവണത പലതും കാണുന്നുണ്ട്. ഈ മീഥെയ്ൻ ഗ്യാസ് അടുത്ത ആളുടെ വീട്ടിൽ വീണാലും, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വീണാലും, കാസർഗോഡ് ജില്ലയിൽ വന്നാലും എല്ലാം ഈ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ടാണ് പോകുന്നത്. അന്നേരം അതുകൊണ്ട് ഈ
കിച്ചൺ വേസ്റ്റ് നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഇട്ടാൽ നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയുള്ള ഒരു ബേണർ കത്തിക്കാൻ ഉള്ള ഗ്യാസ് കിട്ടും. പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ, വൈദ്യുതി ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുമ്പോഴത്തേക്ക് 1.5 യൂണിറ്റ് മുതൽ 1.5 കിലോ വാട്ട് മുതൽ 2 കിലോ വാട്ട് വരെയുള്ള വാട്ടർ ഹീറ്റേഴ്സാണ് ഉള്ളത്. അതിന് പകരം സോളാർ വാട്ടർ ഹീറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുവാനും അടുക്കളയിലെ ഉപയോഗത്തിനും അതുപോലെ തന്നെ സിങ്കിൽ പാത്രം കഴുകുവാനും ചൂടുവെള്ളം ലഭിക്കും. സോപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാം. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഹൈജീനിക്കായിട്ട് നമ്മുടെ പാത്രങ്ങൾ കഴുകിയെടുക്കാം. അതുപോലൊരു സാധനമാണ് സോളാർ ഡ്രയർ. കുറച്ച് നമുക്ക് ഈ കിട്ടുന്ന മാങ്ങയോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ ഈ സോളാർ ഡ്രയർ വളരെ യൂസ്ഫുൾ ശരിക്കും. അതിൻ്റെ 3 സൈഡിലും ഗ്ലാസ് ആണ്. അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് കുരുമുളകായാലും ഏത് ആയാലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നല്ലതുപോലെ ഉണങ്ങി നമുക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ പലപ്പോഴും ചിലയിടത്ത് കാണുന്ന പൈപ്പ് കമ്പോസ്റ്റ് ആണ്. പൈപ്പ് പോലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കുഴലിൽ ഈ കിച്ചൺ വേസ്റ്റ്, അതിന് വലിയ കോസ്റ്റ് വരുന്നതല്ല, ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കമ്പോസ്റ്റാക്കി മാറ്റാൻ കഴിയും. ഈ ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതുപോലെ ഇപ്പം ഞാനും പറഞ്ഞു എനിക്ക് എക്സസ് പവറാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം എനിക്ക് ഏകദേശം 12,000 രൂപ KSEBയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടി. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് 1 മാസമാണ് ഒരു LPG സിലിണ്ടർ ഉപയോഗിക്കുന്നത്. അതായത് ഒരു വർഷം 12 സിലിണ്ടർ. ഇന്നിപ്പം ഒരു സിലിണ്ടർ 3 മാസത്തേക്കാണ് ഉപയോഗിക്കുന്നത്. അന്നേരം പലരും ചോദിക്കും ഇവിടെ ആഹാരം വെപ്പൊന്നും ഇല്ലയോ എന്ന്. ഉണ്ട്, പഴയതുപോലെ തന്നെ ആഹാരം വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പകൽ സമയത്ത് നമുക്ക് സോളാർ ജനറേഷൻ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് LPGയുടെ ഉപയോഗം കുറയ്ക്കാം. 12-ൽ നിന്ന് 4 ആകുമ്പോഴത്തേക്ക് 8 സിലിണ്ടർ നമുക്ക് ഒരു വർഷം ലാഭിക്കാൻ പറ്റും. ഈ 8 സിലിണ്ടറിൽ നിന്നുള്ള കാർബൺ എമിഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. 8 സിലിണ്ടർ ആയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 6,400 രൂപ അതിൽ നിന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ വാഹനങ്ങൾ, ഇന്നിപ്പം സ്കൂട്ടറായാലും കാറായാലും നമുക്ക് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുണ്ട്. ഏകദേശം 22 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റ ടിയാഗോയാണ്, എനിക്ക് ഏകദേശം 240 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഏകദേശം 50,000 കിലോമീറ്റർ ഈ വണ്ടി ഓടി, ഞാനും എൻ്റെ മകനും കൂടെ. ഈ 50,000 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ എനിക്ക് 5,000 മിനിമം ഒരു 5,000 ലിറ്റർ പെട്രോൾ വേണം. അന്നേരം അതിൻ്റെ തന്നെ കോസ്റ്റ് ഏകദേശം 5 ലക്ഷം. അതേസമയം 22 യൂണിറ്റ് വൈദ്യുതി 240 കിലോമീറ്റർ ഓടാൻ എടുക്കുമ്പോൾ എനിക്ക് വരുന്ന വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 65 അല്ലെങ്കിൽ 70 രൂപയെ വരുന്നുള്ളൂ. അന്നേരം അത്തരത്തിലും പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നുള്ള കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഗ്രീൻ ചെയ്യുക, നമ്മുടെ ചുറ്റുപാടും മരങ്ങളായാലും വെജിറ്റബിൾ ഗാർഡൻസ് ആയാലും കോക്കനട്ട് ഗാർഡൻസ് ആയാലും നമുക്ക് ചെടികളുള്ള പൂച്ചട്ടി വെക്കുന്ന ഗാർഡൻസ് ആയാലും ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബയോഗ്യാസിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ആകെ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിലും കുറേ പ്ലാസ്റ്റിക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആദ്യം നിങ്ങളൊരു ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേറ്റ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ ഒരു മാസത്തെ വൈദ്യുതി ഉപയോഗം 200 യൂണിറ്റാണ് അല്ലെങ്കിൽ 300 യൂണിറ്റാണ്. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പ് പറയുന്നു, ഞങ്ങളെല്ലാം കൂടെ, ഞങ്ങളുടെ 30 കുട്ടി അല്ലെങ്കിൽ 40 കുട്ടികളെല്ലാം കൂടെ ഈ മാസം, അതായത് നിങ്ങൾ സ്കൂൾ തുറന്നിട്ട് ജൂലൈ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ
സേവ് ചെയ്തത് 100 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 10 യൂണിറ്റ് ആണ് നിങ്ങൾ സേവ് ചെയ്തത്. അടുത്ത ക്ലാസ്സുകാർ കേൾക്കുമ്പോഴത്തേക്ക് അവരും ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കൂളിൽ മൊത്തം ഇത്തരത്തിലുള്ള എനർജി ഡിറ്റക്റ്റീവ്സ് ആയി നിങ്ങൾക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ ഭൂമിയെ വരുന്ന തലമുറയ്ക്ക് ഇതുപോലെ കൊടുക്കാൻ ഉള്ള ഏറ്റവും മികച്ച ഒരു രീതിയാണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ അയൽവാസികളായാലും നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ സ്വന്തക്കാരായാലും നമ്മുടെ ബന്ധുക്കളായാലും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് എടുത്ത് ഇത് വിജയിപ്പിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ദരേശനുണിത്താൻ വളരെ നന്ദി. ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ഗ്രൂപ്പിനും അവരുടെ വീടുകളിലും അവരുടെ വിദ്യാലയങ്ങളിലും യഥാർത്ഥത്തിൽ അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് ഫലം കണ്ടെത്തി എങ്ങനെ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കാർബൺ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാൻ, അതായത് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതുകൊണ്ടുണ്ടാവുന്ന മെച്ചം എത്രയാണ് എന്നുള്ളത് പഠിക്കുവാനും അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ചും ഊർജ മേഖലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രോജക്റ്റുകൾ ഈ ടെക്നോളജിക്ക് മാത്രം വേണമെന്നില്ല, ഇനി നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില ടെക്നോളജികൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും പ്രയോഗിക്കാം. അല്ലെങ്കിൽ അറിയാവുന്ന ടെക്നോളജികൾ തന്നെ വേറൊരു രീതിയിൽ പ്രയോഗിച്ചുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ മെച്ചമുണ്ടാക്കാം, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുണ്ടാക്കാം, അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ടാക്കാം. ഇങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ കൂടി പുതിയ ചില ഇന്നവേഷൻസ് ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇനി ഉള്ള കുറച്ച് മിനിറ്റുകൾ, ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഉണ്ണിത്താൻ സാറ് നിങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അവരുടെ പേരും ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണെന്നുള്ള കാര്യവും കൂടി പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ശരി. നബീൽ അൺമ്യൂട്ട് ചെയ്തു. ചോദ്യങ്ങളുണ്ടോ നബീലെ? ഇല്ല സാർ. നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ ചെയ്തു നോക്കാം അല്ലേ? അടുത്ത ചോദ്യം വരട്ടെ. ആരാണ് റെഡി ചോദ്യവുമായിട്ടിരിക്കുന്നത്? അതിപ്പം തമൽ സാർ പറഞ്ഞ ഒരു പുതിയ ഇന്നോവേഷൻസ്, ഇപ്പം നമ്മൾ BLDC എന്ന് വെച്ചാൽ ഒരു ഇന്നോവേഷനാണ്. ഇതേപോലെ IIT ഗാന്ധിനഗറും IIT ഗുവാഹട്ടിയും കൂടെ ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇൻഡക്ഷൻ കുക്കറിന് പകരം നമ്മുടെ പാത്രത്തിൻ്റെ ഷേപ്പുള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ. അതായത് ഇതിനകത്ത് ഹീറ്റ് ലോസ് കുറച്ച് കൂടുന്നുണ്ട്. ഈ പാത്രം ചൂടായി വരുമ്പോൾ, അതായത് ഈ മാഗ്നറ്റിക് കപ്ലിങ്ങിനകത്ത് ലോസ് വരുന്നില്ല. അതേസമയം പാത്രം ചൂടാകുമ്പോൾ കുറച്ച് ഹീറ്റ് ലോസ് വരുന്നതും കൂടെ തടയാൻ വേണ്ടി അവർ അതും കൂടെ കവർ ചെയ്ത് ഒരു തെർമൽ ഇൻസുലേഷൻ പോലെ കൊണ്ടുവന്ന് ഉള്ളൊരു പ്രോഡക്റ്റ് ഇറക്കാനുള്ള പരിപാടിയുണ്ട്. ഷേപ്പ് കൂടി മാറ്റി. ഷേപ്പ് മാറ്റി, കറക്റ്റ്. എന്നാൽ ഇതേപോലെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഇവിടെ ചോദ്യം ചോദിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാണ്? സഞ്ജന റീസ് ചെയ്തല്ലോ. സാറേ ചോദ്യം ചോദിക്കാനല്ല, കാര്യം പറയാനായിരുന്നു. സാറ് പറഞ്ഞില്ലായിരുന്നോ സോളാർ വഴി വെള്ളം ചൂടാക്കാൻ സാധിക്കുമെന്ന്? ആ സജ്ജീകരണം എന്റെ വീട്ടിലുണ്ട് സാർ. വെരി ഗുഡ്. ചൂടുവെള്ളത്തിലാണോ കുളിക്കുന്നേ? ആണ്. അത് ജസ്റ്റ് ഒന്ന് വാട്ടർ ടാപ്പ് അങ്ങോട്ട് ഒരു സൈഡിലോട്ട് തിരിച്ചാൽ കുറച്ചു നേരത്തുള്ള ചൂടുവെള്ളം വരും. അടുക്കള ഉപയോഗിക്കുന്നുണ്ടോ? അടുക്കളയിലും വർക്ക് ഏരിയയിലും? അടുക്കളയില്, ബാത്റൂമില്, എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. വെരി ഗുഡ്. അതൊക്കെ അതാ നമ്മൾ പറയുന്നേ. അന്നേരം വർക്ക് ഏരിയയിലൊക്കെ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സോപ്പിന്റെ ഇത് ഓയിലുള്ള പാത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും അല്ലേ? അതെ സാർ. ഭയങ്കര
അത് നമുക്ക് അല്ലെങ്കിൽ കുളിക്കാനൊക്കെ ആയിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതെ വാട്ടർ ഹീറ്ററിന്റെ കുഴപ്പമില്ല. ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവത്തില്ല. അന്നേരം സഞ്ജനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പറയാൻ പറ്റും. അതെ. ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു മാസം എത്ര ലിറ്റർ വെള്ളം ചൂടാക്കി എടുക്കുന്നു, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ കുളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ എത്ര ബക്കറ്റാ വെള്ളം വരുന്നതെന്നുള്ളത്. അറിയാൻ പറ്റും. അതെ, ഞാൻ എന്തോ ചോദ്യം ചോദിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? പറഞ്ഞില്ലേ ഇപ്പം പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം. വിത്ത് മഞ്ചാടി വിത്തുകൾ മാറ്റ് ബോക്സിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തു, അവര് കളക്ട് ചെയ്തു. എന്തോ അയ്യോ, ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ലല്ലോ. ഒന്നും കൂടി പറയൂ. പോയോ? Sir, how to reduce carbon dioxide from food waste? ഫുഡ് വേസ്റ്റിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ മീത്തേനാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ പറഞ്ഞ ഫുഡ് വേസ്റ്റിനകത്ത് നമ്മൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് മീത്തേൻ കിട്ടും. മീത്തേൻ ഒരു അതായിരിക്കും നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ബേണറിൽ യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കാൻ പറ്റും. കാർബൺ അല്ല, മീത്തേൻ. കത്തുമ്പോഴാണ് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. അടുത്തത്, ഗുഡ് ഈവനിങ് സാർ, വാട്ട് യുവർ സജഷൻസ് അബൌട്ട് കീപ്പിംഗ് മിറർ ഇൻ ഫ്രണ്ട് ഓഫ് സോളാർ പാനൽ? അതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് പകരം ഈ ട്രാക്കിംഗ് സോളാർ പാനൽസ് ഉണ്ട്. അതിന് കാര്യം വെച്ചാൽ ഈ നമ്മൾ വെക്കുന്ന സോളാർ പാനൽ ചിലപ്പം ഈ സോളാർ റേഡിയേഷനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അന്നേരം അതിന് പകരം കുറച്ച് കോസ്റ്റ്ലിയാണ് ട്രാക്കിംഗ് സോളാർ എന്ന് വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ സൂര്യൻ പോകുന്ന വഴിക്ക് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സൂര്യകാന്തി പൂവിനെ പോലെ. സൂര്യകാന്തി പൂവിനെ പോലെ. അന്നേരം സൂര്യൻ ഉച്ചയ്ക്ക് മേളിലാകുമ്പോൾ കറക്റ്റ് മേലോട്ട് നിൽക്കും. 4 മണിയാകുമ്പോൾ നമുക്ക് അത് വെസ്റ്റിലോട്ട് മാറും. അങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു 15-20% കൂടുതൽ എനർജി നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സോളാർ പാനലിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കുറയും. സർ, കനാൽ ക്ലീനിങ് ബെനിഫിറ്റ്സ് ആൻഡ് നോൺ ബെനിഫിറ്റ്സ് ഒന്ന് പറയാമോ? അതെന്തത്? കനാൽ ക്ലീനിങ് എന്ത് കനാല്? അന്നേരം ഇത് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇന്നിപ്പം രാവിലെ ഒന്ന് നോക്കിയപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അത്യാവശ്യമുണ്ട്. അന്നേരം ഞാൻ മെറ്റയുടെ AI ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മിനിമം CO2 കോൺസെൻട്രേഷൻ ഹ്യൂമൻ റെസ്പിറേഷന് വേണ്ടത് 150 to 200 ppm ആണ്. This is the minimum CO2 concentration required for human respiration. Below this level, humans may experience respiratory problems. അതുപോലെ തന്നെ നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായുവിനകത്താണെങ്കിൽ 350 മുതൽ 400 ppm CO2 ഉണ്ട്. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ശരിക്കും നമുക്ക് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ pH റെഗുലേഷന് CO2 ആവശ്യമാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ CO2 ആവശ്യമാണ്. എന്നിട്ട് നമ്മളിപ്പം പറയുന്നത് വെച്ചാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുമ്പ് 280 ppm എന്നുള്ളത് നമ്മളിപ്പോൾ 450 അടുക്കുന്നു. അവിടെയാണ് ഈ കുഴപ്പം വന്നത്. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അനാവശ്യമായി അന്തരീക്ഷത്തിലേക്ക് വിട്ടു. ഇത് ആവശ്യമായിരുന്നു ശരിക്കും, ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യമാണ്, പ്ലാന്റിന് വേണം, അല്ലേ? ചെടികൾ വളരണമെന്നുണ്ടെങ്കിൽ CO2 വേണം. അന്നേരം ആ രീതിയിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അമിതമായപ്പോഴത്തേക്ക് നമുക്ക് അത് ഡാമേജ് ചെയ്യുന്നു. അടുത്ത ചോദ്യം. What is the name of the international
What is the name of the international agreement aimed at reducing greenhouse gas emission? അത് and improving അത് climate ക്യോട്ടോ മുതൽ തുടങ്ങിയിട്ടുണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ. അത് ഇപ്പം അറിയാമല്ലോ, നമ്മുടെ പാരീസ് എഗ്രിമെന്റ് ഇപ്പം അമേരിക്ക മറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. സാർ, എങ്ങനെയാണ് കാർബൺ കൂടുതൽ ആയാൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്? അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലോബൽ വാർമിംഗ്, അത് ഡ്രൗട്ട് കൂടും. അത് ഈ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞാണ്, ഈ ഗൾഫ് മേഖലയിൽ വളരെ കൂടുതലായിട്ടാണ് മഴ പെയ്തത്. ഒന്നുകിൽ ഭയങ്കര മഴയായിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൗട്ടായിരിക്കും. അന്നേരം ആ രീതിയിലുള്ള ഒരു എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ സൈക്ലോൺസ്. ഈ അറേബ്യക്കടൽ എന്ന് വെച്ചാൽ സൈക്ലോൺ പ്രോൺ ഏരിയ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണ്ട്. ഇപ്പം അറബിക്കടലിലും നമുക്ക് സൈക്ലോൺ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു, നിങ്ങൾ പറഞ്ഞതിന് ഒരു ചെറിയൊരു സപ്ലിമെന്ററി ആൻസർ കൂടി പറയാം. ഈ കാർബൺ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ചൂട് വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. നമ്മളൊരു കാറിനകത്ത് ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൽ കൂടി വെയിൽ അകത്തേക്ക് അടിച്ച് നമുക്ക് ചൂട് തട്ടും. ഇങ്ങനെ ചൂട് തട്ടി കഴിയുമ്പോൾ സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കണ്ണാടി സൂര്യപ്രകാശത്തിന് മേലെ പിടിച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് അത് തിരിച്ചു പോകും. ഇതേപോലെ നമ്മുടെ കാറിനകത്തിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ തട്ടിയാലും ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകാൻ ശ്രമിക്കും. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് അതിൻ്റെ ഊർജം കുറയും. അപ്പോൾ കുറഞ്ഞ ഊർജത്തിന് ഈ പ്രതിഫലനം തിരിച്ച് കാറിൻ്റെ ഗ്ലാസ്സിനകത്ത് കൂടി പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ അത് അതിനകത്ത് കുടുങ്ങിക്കിടക്കും. ഇതേപോലെയാണ് അന്തരീക്ഷത്തിൽ മലിനീകരണ ഒരു ബെൽറ്റ് വാതകങ്ങളുടെ ഉണ്ടെന്നിരിക്കട്ടെ. ആ ബെൽറ്റ് ഈ ചൂട് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ തങ്ങി നിർത്തും. ഇതിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഹരിത ഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൂട് ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നു. അതായത് അതിൻ്റെ ഊർജം കുറച്ച് നഷ്ടപ്പെട്ടു പോയി, മുഴുവനില്ല. അതേപോലെ തിരിച്ചു പോകാനുള്ള ഊർജമില്ലാത്തത് കൊണ്ട് അത് അവിടെ തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് ചൂട് കൂടി വരുന്നത്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ തുടർച്ചയായിട്ട് നമ്മൾ ഇതുപോലെ ഇത്തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ രീതിയിൽ ചൂട് പരിപൂർണമായിട്ടും തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ തന്നെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് താപം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചില എളുപ്പ വഴികളുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം. അതിപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും പുതിയ ഐഡിയ ഒക്കെ വന്നെന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പ്രോജക്റ്റ്. ഒന്ന് രണ്ട് ചോദ്യങ്ങളെ ഇപ്പം ഇതിനകത്ത് വന്നത്, ഈ ഹരിത കർമ്മസേന ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് കത്തിക്കുകയല്ലേ ചെയ്യുന്നതെന്നാണ്. ഇന്നത്തെ ക്ലാസ് കേട്ടവർക്ക് അറിയാം. അതിൽ നിന്ന് നമുക്ക് മറ്റേ ഗ്രാഫീൻ ഉണ്ടാക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിൽ നിന്ന്. പിന്നെ രണ്ടെന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മുടെ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പം എന്തോ ഒരു ചെറിയൊരു ഹിച്ചസ് ആയിട്ട് നിൽക്കുക. അത് അല്ലായിരുന്നെങ്കിൽ പണ്ടാണെങ്കിൽ അത് ഷ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഈ ഹീറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് അത് വീടുണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ അതിനെക്കാട്ടി നല്ലത് പല രാജ്യങ്ങളിലും പ്ലാസ്റ്റിക് ഉരുക്കി നമ്മുടെ ബ്ലോക്സ് ഉണ്ടല്ലോ, നമ്മുടെ റോഡൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി, വിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ബ്ലോക്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ രീതിയിലും ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതുപോലത്തെ പല കാര്യങ്ങളും പ്ലാസ്റ്റിക് ടൈൽസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലത്തെ വെയിറ്റ് കയറിയാലും പൊട്ടാത്ത രീതിയിലുള്ള പേവിംഗ് ബ്ലോക്സ് ഉണ്ടാക്കാൻ പറ്റും. Carbon is black in color. What are the non-benefits and benefits of methane? നമുക്ക് AI അടുത്ത് തന്നെ ചോദിക്കാം.
ചാറ്റ് ബോക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നടപ്പുണ്ട്. അതൊരു കാര്യം ചെയ്യ്, അത് നമുക്ക് പിന്നെ എടുത്തിട്ട് പിന്നെ ചിന്തി കൊടുക്കാം. നേരിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തീർന്നോ? നിങ്ങൾ ചോദ്യങ്ങൾ നേരിട്ട് ചോദിച്ചോ കേട്ടോ. Sir, what are the benefits and non-benefits of methane? ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ അത് ഒരു പിന്നെ നമുക്ക് ഒരു എന്താ ഇലക്ട്രിസിറ്റിക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. നോൺ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ അത് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അന്തരീക്ഷത്തിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഉണ്ണിത്ത സാർ പറഞ്ഞ LED ബൾബുകളുടെ കാര്യത്തിലേ കുട്ടികൾ അത് LED ബൾബുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള താല്പര്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഓരോ സ്കൂളിലാണെങ്കിൽ ഇതേപോലെ പിന്നെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അതിന് ചാർജ് എടുത്താൽ ബാക്കിയുള്ളൊരു കുട്ടികൾ കൊണ്ടുവന്ന് അത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതെ, അത് കൂട്ടത്തിൽ അസംബ്ലിംഗും നമുക്ക് പഠിപ്പിക്കാവുന്നേ ഉള്ളൂ. അസംബ്ലിംഗും നമുക്ക് പഠിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അസംബ്ലിംഗും അല്ല, ഇതിനകത്ത് അസംബ്ലിംഗ് ഒന്നും വേണ്ട. ബൾബിൻ്റെ ആ പിന്നെ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള അത് അഴിച്ചു മാറ്റിയിട്ട് പിന്നെ ഒരു ചെറിയ വയർ വെച്ച് ഷോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അന്നേരം ഒരു പർട്ടിക്കുലർ ഇതിൽ വരുമ്പോഴത്തേക്ക് ബൾബ് കത്തും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ LED പോയതാണ്. അന്നേരം ആ സ്ഥാനത്ത് ഒരു ചെറിയ കോപ്പർ വയറോ അല്ലെങ്കിൽ ഒരു സ്റ്റേപ്ലർ പിന്നോ വെച്ചിട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്താൽ മതി. ബൈപ്പാസ് അല്ല, കണക്ട് ചെയ്താൽ മതി. അവിടെ പോയി. അല്ല, ഇത് എല്ലാ സ്കൂളിലും ഓരോ യൂണിറ്റുകൾ തുടങ്ങാവുന്നതാണ് പറയാം, എല്ലാ സ്കൂളുകൾ. പണ്ട് നമ്മളിങ്ങനെ ഈ IITCകൾക്ക് ഇങ്ങനെ ആലോചിച്ചതാ. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ കത്തിക്കുകയല്ല ചെയ്യുന്നത്, അത് ചൂടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വേപ്പർ വരുന്നില്ല. വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഇഫക്റ്റ് ഉണ്ടാക്കും. What will happen when there is very high carbon dioxide? ഏതാ? What will happen when there is very high carbon dioxide? കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോഴത്തേക്ക് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് മഴ പെയ്യത്തില്ല, പിന്നെ നമ്മുടെ ഫോറസ്റ്റ് എല്ലാം നശിച്ചു പോകും, പിന്നെ വാട്ടർ സ്കേഴ്സിറ്റി വരും, പിന്നെ അസുഖങ്ങൾ വളരെ കൂടുതൽ വരും. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൂടി ഇപ്പം നമ്മളിപ്പം പറഞ്ഞ ഇപ്പോൾ 700 ppm ഒക്കെ 2100 വരുമ്പോഴത്തേക്ക് ഈ ഭൂമിയിൽ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ഡൗട്ട് ഉണ്ട് സാറേ, ഫുഡ് വേസ്റ്റ് കൊണ്ട് എനർജി ഉണ്ടാക്കാവുന്നത്. അപ്പൊ ഈ ഫുഡ് വേസ്റ്റിലൂടെ കുറെ ഒരു വെള്ളം പോലെ സാധനം വരുന്നത് ലീഷൈറ്റ് എന്ന് പറഞ്ഞ അത് വെച്ച് നമുക്ക് ബയോഗ്യാസിനകത്ത് അത് വരുന്നില്ല. അതായത് നമ്മളിപ്പോ മറ്റേ നേരത്തെ പറഞ്ഞില്ലയോ, ഈ പൈപ്പ് കമ്പോസ്റ്റിംഗ് ഇങ്ങനത്തെ ഇതിലൊക്കെയാണ് ഈ ലീച്ചസ് വരുന്നത്. മറ്റേതെന്ന് വെച്ചാൽ അത് പിന്നെ ഓക്സിജന്റെ അഭാവത്തിലാണ് ഈ ഇത് നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് CH4 എന്ന് പറയുന്ന വാതകം മാത്രമേ ഉണ്ടാകൂ. അതിൽ കാർബണും ഹൈഡ്രജൻ 4, ഒരു കാർബണും 4 ഹൈഡ്രജനും എന്ന് പറയുന്ന മീത്തേൻ എന്നുള്ള വാതകം മാത്രമാണ് വരുന്നത്. ഈ ലീഷ് നമുക്ക് ഫാർമിംഗ് ഉപയോഗിക്കാൻ പറ്റുമോ? അത് വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു 90% വെള്ളം വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യാം. താങ്ക് യു സർ. നബില് പോയി, നബില് ഇത് ചെയ്തു. കത്തിക്കുമ്പോൾ എയർ പൊല്യൂഷൻ കൂടുമോ? ഏതാ? കരിയില കത്തിക്കുമ്പോൾ എയർ പൊല്യൂഷൻ കൂടും. കരിയിലയുടെ പ്രശ്നം നമ്മൾ പല വേസ്റ്റ്, ഇപ്പോൾ ആഫ്രിക്കൻ പായൽ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഒരു പുതിയ ടെക്നോളജി, ബയോഗ്യാസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ടെക്നോളജി ബയോചാർ
എന്ന് പറഞ്ഞ് അതിനെ ഒരു പ്രത്യേക താപനിലയിൽ ചാരമാക്കി ഭസ്മമാക്കില്ല. അത് നമ്മളെ ചാർക്കോൾ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ, പക്ഷെ ചാർക്കോൾ അല്ല, വളരെ ഇലകൾ വരെ ഈ രീതിയിൽ ചാർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് കൃഷിക്ക് ഉപയോഗിക്കാം, വേറെ പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് മലിനീകരണം കുറഞ്ഞ, അതായത് കാർബൺ ഫുട് പ്രിൻ്റ് ബയോഗ്യാസിനേക്കാൾ കൂടുതൽ കുറഞ്ഞ രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ്. അതിപ്പോൾ ലോകത്ത് പ്രചരിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. നമ്മളെ കേരളത്തിലും നമുക്ക് ഒരുപാട് ഈ പോച്ചകളൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ അനാവശ്യമായിട്ടുള്ള ചെടികൾ നമുക്ക് എന്താണ് ഈ ചെറിയ വേസ്റ്റ് ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിനെ നശിപ്പിക്കാനുള്ളത്, അതായത് ഊർജക്ഷമമായിട്ട് നശിപ്പിക്കാനുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് ബയോചാർ. നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചാൽ നെറ്റിലൊക്കെ ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരോടൊക്കെ ചോദിച്ചിട്ട് എന്താണ് ബയോചാർ എന്ന് ചോദിച്ചിട്ട് എങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് ഗ്രാമങ്ങളിൽ പോലും നമുക്ക് ബയോചാർ ഉണ്ടാക്കാൻ കഴിയും. ആ ബയോചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം പൊല്യൂഷനും കാർബൺ ഫുട് പ്രിന്റും ഒരുപാട് കുറയും. അപ്പം അതൊക്കെ നിങ്ങൾക്കുള്ള പുതിയ ഇന്നവേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇതിന് ആഫ്രിക്കയിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ ബയോചാർ ടെക്നോളജി ഉപയോഗിച്ച് വിക്ടോറിയ തടാകം നിങ്ങൾ കേട്ടിട്ടില്ലേ, വിശാലമായിട്ടില്ലേ, അവിടെ 10,000 ഹെക്ടർ വിസ്തൃതിയിൽ ആഫ്രിക്കൻ പായൽ പടർന്നു പിടിച്ചത് കൊണ്ട് ബോട്ട് ഗതാഗതം പറ്റുന്നില്ല, ഫിഷ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ആളുകൾക്ക് കുളിക്കാനും മുങ്ങി എടുക്കാനൊക്കെ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ അവർ ബയോചാർ ടെക്നോളജി അവിടെ വൻതോതിൽ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ കരയിലുള്ള രാജ്യങ്ങൾ ഉഗാണ്ട, ടാൻസാനിയ, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് വൻതോതിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ടെക്നോളജി ആദ്യം കൊടുത്തത് ജർമ്മനിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ബയോചാർ ഉണ്ടാക്കാനുള്ള വളരെ ലളിതമായ ശാസ്ത്രമേ അതിലുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു നോക്കുക. അത് പഠിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ബയോചാർ ഉണ്ടാക്കി അത് കൃഷിക്കും വേറെ പലതിനും നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാർബൺ ഫുട് പ്രിന്റ് കുറക്കുന്നതിൻ്റെ വലിയൊരു സ്റ്റെപ്പായിരിക്കും. ഇതുപോലെ പുതിയ ഒരുപാട് അറിവുകൾ വരുന്നു. അതൊക്കെ നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളെ നാട്ടിന് അനുയോജ്യമായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സൂത്രം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാൽവെപ്പായിരിക്കും. അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്കെല്ലാം ഇത്രയധികം താല്പര്യം ഉള്ളതുകൊണ്ട് പറയാണ്. നിങ്ങളുടെ പരീക്ഷണത്തിൽ കൂടി തന്നെ അത് എന്തുമാത്രം മറ്റതിനേക്കാൾ മെച്ചമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. കേട്ടോ? അല്ല, ഇതിൽ തന്നെ മിക്കവാറും നമുക്ക് ആൻസറും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് നല്ല ആൻസറുകൾ കൊടുക്കുന്നുണ്ട്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റും. ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും നല്ല ആൻസേഴ്സ് നിങ്ങൾക്ക് തരും. അത് ഭാവിയിൽ അത് യൂസ് ചെയ്യുക. What is the difference between natural greenhouse gas effect and enhanced greenhouse gas effect? അത് എൻഹാൻസ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം സാധാരണ നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് പറയുന്നത്. സാറിന്റെ ഒരു ആൻസർ ഈ എൻഹാൻസ്ഡ് എന്ന് പറയുന്നത് അത് ഒരു ടെക്നിക്കലായിട്ട് ശരിയായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം അവർ വളരെ സിമ്പിളായിട്ട് എൻഹാൻസ് എന്ന് പറഞ്ഞു. ഈ എൻഹാൻസ് എന്ന് പറയുന്ന സാങ്കേതികമായിട്ട് പ്രത്യേക ടെക്നോളജികൾ വഴിക്ക് അതിന് മാറ്റം വരുത്തുന്നതിനെ എൻഹാൻസ് എന്ന് പറയും. പക്ഷേ അതല്ല നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം എങ്ങനെയായിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഉദാഹരണത്തിന് ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ പറഞ്ഞല്ലോ, ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ 65% മീഥേനാണ്. ഉണ്ണിത്താൻ സാർ പറഞ്ഞു അതിനെക്കുറിച്ച്. അതിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് വേറെ വാതകം അതിലില്ലെന്ന് വരുന്നില്ല. അതിനകത്ത് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, കുറച്ച് കാർബൺ മോണോക്സൈഡ് ചെറിയ അളവിൽ ഉണ്ടാവാം, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള പല വാതകങ്ങളും കുറേശ്ശെ അളവുകളിൽ അതിലുണ്ട്. അപ്പം നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റിനെ കൂടുതൽ കാര്യക്ഷമമാക്കി അതിൽ നിന്ന് കാർബൺ ഫുട് പ്രിന്റ് ഏറ്റവും കുറയ്ക്കാനുള്ള ഒരു സൂത്രം നമുക്കുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അകത്ത് ഉള്ള ടെമ്പറേച്ചർ
പലപ്പോഴും നമ്മളെ കേരളത്തിൽ അത് 18 ഡിഗ്രി മുതൽക്ക് 30, 32 ഡിഗ്രി വരെ, 35 ഡിഗ്രി വരെയൊക്കെ പോകാം ഇതിനകത്ത്. പക്ഷേ ഈ ടെമ്പറേച്ചറിൽ ഈ ബയോഗ്യാസിനകത്ത് വർക്ക് ചെയ്യുന്ന ബാക്ടീരിയ നമ്മുടെ വയറ്റിനകത്തും പശുവിൻ്റെ വയറ്റിനകത്തും ഒക്കെ വർക്ക് ചെയ്യുന്ന അതേ ബാക്ടീരിയയാണ് ബയോഗ്യാസ് പ്ലാന്റിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്ടീരിയക്ക് ജീവിക്കാൻ വേണ്ട താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മളെ ശരീര താപനിലയാണ് അവർക്ക് വേണ്ടത്. കാരണം നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് താമസിക്കുന്ന കക്ഷികളാണല്ലോ. അപ്പോൾ അവർക്ക് ഇതേ ടെമ്പറേച്ചർ വേണം. അപ്പോൾ പലപ്പോഴും നമ്മളെ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് അത്രയും ടെമ്പറേച്ചർ ഉണ്ടാവില്ല. നമ്മൾ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ജനുവരിയിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ 18 ഡിഗ്രിയിലൊക്കെ താഴെ പോകും രാത്രിയത്തെ താപനില. അപ്പോഴൊക്കെ നമ്മൾ പുതച്ച് കിടന്നുറങ്ങുകയായിരിക്കും. പക്ഷേ ബാക്ടീരിയക്ക് പുതക്കാനും പറ്റില്ല, ഇങ്ങനെ ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ അവർ തണുത്ത് വിറക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ എഫിഷ്യൻസി അപ്പോൾ വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തെ കുറച്ച് നമ്മളൊരു സോളാർ ഹോട്ട് വാട്ടറിൻ്റെ ഒരു പാനൽ ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് സോളാർ ഹോട്ട് വാട്ടർ ഉണ്ടാക്കി അത് ഇതിലേക്ക് ഡ്രിപ്പ് ചെയ്ത്, അതായത് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചാൽ ഇതിലത്തെ ടെമ്പറേച്ചർ കൂട്ടാനും അപ്പോൾ ബാക്ടീരിയക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ ഉൽപ്പാദനം വളരെയധികം കുറയും. മീഥെയിൻ നമുക്ക് അതിനെ കത്തിച്ച് നമുക്ക് പാചകത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ കത്തിക്കലിൽ നിന്ന് പുതിയ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇതിനെ മെച്ചപ്പെടുത്താൻ പറ്റും. ചിലപ്പോൾ താപനില വർദ്ധിപ്പിക്കാതെ തന്നെ വേറെ എന്തെങ്കിലും ചില സൂത്രങ്ങൾ വഴിക്ക്, അത് നിങ്ങളെ കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇതിൻ്റെ കെമിസ്ട്രിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന കാർബൺ വമനം കുറക്കാൻ കഴിയും, അതായത് അതിൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് എത്ര കുറക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ഇന്നവേഷൻസിലേക്ക് നമുക്ക് പോകാം. ഓരോ സംഗതികളായിട്ട് നമ്മൾ മാറ്റി നോക്കുക. എന്നിട്ട് ഗുണപരമായിട്ടുള്ള സംഗതികൾ വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് യുറീക്ക എന്ന് പറയാവുന്നത്. നമ്മളും കണ്ടെത്തി എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ സ്വന്തം വീട്ടിൽ പരിശോധിച്ച് അതിനെ അളന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നതുകൊണ്ട് എത്ര ലാഭമുണ്ടായി, സോളാർ പാനൽ വെച്ചത് കൊണ്ട് ഇത്ര 1000 രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടി, അങ്ങോട്ട് ബില്ല് കൊടുക്കാതെ. മുമ്പായിരുന്നെങ്കിൽ മാസവും എത്രയോ 1000 രൂപ മാസവും കൊടുക്കുമായിരുന്നു. അതിന് പകരം ഇപ്പോഴും ഒന്നും കൊടുക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് കാശ് തിരിച്ചു കിട്ടുന്നു. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിലത്തെ ഊർജ്ജം ഉപയോഗിച്ച് പാചകം ചെയ്തത് കൊണ്ട് ഇത്രയും ഊർജ്ജം ലാഭിച്ചു. കാർബൺ ഫുട് പ്രിന്റ് സേവ് ചെയ്യുന്ന വേറെ ഇരിക്കട്ടെ, അതിന് പുറമെ സാമ്പത്തികമായി തന്നെ ഇത്രയും ലാഭം ഉണ്ടായി. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ വഴിയും സോളാർ ഹോട്ട് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രയോ ഊർജ്ജം ലാഭിച്ചു. അങ്ങനെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമായിരുന്നെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുമായിരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അത്രയും കാർബൺ ഡയോക്സൈഡ് സേവ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം കണക്ക് കൂട്ടി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള പുതിയ രീതി എങ്ങനെ വളരെ ഫലപ്രദമാണെന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ഈ ഇന്നവേഷൻ പരീക്ഷണത്തിൻ്റെ നമ്മളെ യഥാർത്ഥ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിൽ ചെയ്യാവുന്നത്, നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ ചെയ്യാവുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ചെയ്യാവുന്നതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് വന്നുകൊണ്ട് സമയം ഇപ്പോൾ 7:10 നമ്മൾ 7 മണിക്ക് അവസാനിപ്പിക്കണം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇനി പ്രത്യേകമായ ചോദ്യങ്ങളൊന്നും വേറെ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിച്ച് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ മറ്റേ അഗ്രികൾച്ചർ ഇതുമായിട്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻക്രീസ്ഡ് ക്രോപ്പ് ഈൽഡ്സ്, റെഡ്യൂസ്ഡ് എനർജി കൺസംഷൻ, വാട്ടർ കൺസർവേഷൻ, ഇംപ്രൂവ്ഡ് ക്രോപ്പ് ക്വാളിറ്റി, ഇയർ റൗണ്ട് പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. അതെ, അപ്പോൾ അതിന് പറ്റുന്ന ടെക്നോളജികളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. അത് നിർത്താം. എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. ശ്യാമള, പ്രൊഫസർ ശ്യാമള. സാർ, നമ്മൾ ഒരു പോയിന്റ് എനിക്ക് തോന്നിയത് ആക്ടിവേറ്റഡ് കാർബൺ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിരട്ട ഉള്ളതാണ്. അതുപോലെ ഇപ്പൊ അത് ഡീസെൻട്രലൈസ്ഡ് കൂടെയാണ്. കേരളത്തില് വീടുകളിൽ നിന്ന് ചിരട്ട ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്ത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ചെറിയൊരു പ്രോജക്റ്റ് ഈ കുട്ടികൾക്ക് ചെയ്യാം.
ഈ ആക്ടിവേറ്റഡ് കാർബൺ ആക്കുമ്പോഴത്തേക്ക് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ആ പൊല്യൂഷൻ എങ്ങനെ കുറയ്ക്കാം? അതുപോലെ ഈ കാർബൺ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ ചാറ് ഇത് ഒരുപാട് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാക്കും. നല്ലോണം അബ്സോർബ് ചെയ്ത് അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിനെ മൾച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം സാർ ആഫ്രിക്കയിലെ കാര്യം പറഞ്ഞു. ഞാനിപ്പോ എന്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാത് വൃക്ഷങ്ങളുടെ ഇലയും എല്ലാം അതിന്റെ ചോട്ടില് തടം പോലെ മൾച്ചിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് വെള്ളം ഡ്രിപ്പിലൂടെ മാത്രം മതി. അപ്പൊ അങ്ങനെ കൃഷിയിലും നമുക്ക് ഇത് മണ്ണില് കാർബണിന്റെ അളവ് കൂട്ടുക, അത് പ്രോജക്റ്റ് ആയിട്ട് എടുക്കുക. അഗ്രികൾച്ചറിൽ എങ്ങനെ എനർജി സേവ് ചെയ്യാം, മണ്ണിന്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു കൂടുതൽ കിട്ടും അല്ലേ? അതെ അതെ, കേട്ടോ ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥയാണ്. കുട്ടികളെ, പ്രൊഫസർ ശ്യാമള നേരത്തെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തിട്ടുള്ള മാന്യ മഹതിയാണ്. അവര് ഗ്രീൻ എനർജി ഫോറത്തിന്റെ ഗവേണിംഗ് ബോഡി അംഗം കൂടിയാണ്. ഇപ്പോൾ ദുബായിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. തിരിച്ചെത്തിയോ? ഓക്കെ ഓക്കെ. ഏതായാലും എങ്ങനെയായാലും അവിടെ നിന്നും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അഭിപ്രായങ്ങൾ ഓക്കെ, ശരി ശരി. ഏതായാലും നിങ്ങൾക്ക് അവരുടെയും ഉപദേശങ്ങളൊക്കെ നിങ്ങളുടെ പ്രോജക്റ്റിനിടയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതുപോലെ ഒരു പോയിന്റ് കൂടെ ഉണ്ട് സാറേ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നുള്ളത് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവും റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കുട്ടികൾക്ക് ഏതൊക്കെയാണ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നത്, ഏതൊക്കെയാണ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതെ, അത് തിരിച്ചറിഞ്ഞാൽ നെഗറ്റീവ് ഉള്ളതിനെ അവോയ്ഡ് ചെയ്യാനും കുറയ്ക്കാനും. എന്താ കേട്ടില്ല, ഒന്നും കൂടി പറഞ്ഞു തരാമോ? മനസ്സിലായില്ല. ടീച്ചർ എന്റെ നമ്പർ ഒന്ന് കൊടുത്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാതിന്റെ. എന്റെ വീട്ടിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അതുപോലെ സാറേ ഒരു പോയിന്റ് കൂടെ, കേരളത്തില് നമ്മൾ വീടും കോമ്പൗണ്ടും ഒക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഇത് മുഴുവൻ കത്തിച്ച് കളയുവാണ്. ഈ ചവർ മൾച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സാൻഡിന്റെ എർത്തിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. വെള്ളം കൂടുതൽ പെനിട്രേറ്റ് ചെയ്യും. അതെ, വാട്ടർ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഇതൊക്കെ കുട്ടികൾക്ക് ചിന്തിക്കാനായിട്ട് കുറെ പോയിന്റ്സ് കൊടുക്കാം. പണ്ട് നമ്മൾ ഈ തൊണ്ട് അടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നത് അതെങ്ങനെ? അതെ അതെ, അതെങ്ങനെ അടുക്കണം വേനൽക്കാലത്ത്, അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അതെ അതെ. ഒരു കാര്യം ചെയ്യും, ടീച്ചറുടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ അവർക്ക് എഴുതിയെടുത്തോട്ട് ആവശ്യമുണ്ട്. 944743560. ഒന്നുകൂടെ പറഞ്ഞാൽ 944743560. ടീച്ചർ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ട്, ചേർത്തല അല്ലേ? എന്തോ തന്നെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ സാർ. അപ്പൊ ഞാൻ ഇന്നത്തെ ആരാണ്ടെന്താ ചോദിക്കുന്നുണ്ട്? ആരാ ചോദിക്കുന്നത്? പ്ലീസ്. ഈ പ്ലാന്റ്സ് എന്തിനാ ഗ്രീൻ ഹൗസിൽ വളർത്തണ? അത് ഈ ക്ലൈമറ്റ് തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളാണ് കൂടുതലായിട്ട് ഇത് വളർത്തുന്നത്. അല്ല, അപ്പൊ അതിലും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ പോസിറ്റീവ് ഇതാണ് വരുന്നത്. ഗ്രീൻ ഹൗസിന്റെ പോസിറ്റീവ് ഇഫക്റ്റ് ആണ്. അതെ. അപ്പൊ ഈ പ്ലാന്റ്സ് ആണ് ഇത്രയും ഗ്യാസസ് ഒക്കെ പുറത്തോട്ട് വിടണ? സാറേ ഞാനൊരു ഉത്തരം പറഞ്ഞോട്ടെ? അതായത് നമ്മള് ഈ ഷീറ്റ് മുകളിലിട്ട് ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി ആ ചെടികൾക്ക് വേണ്ട ടെമ്പറേച്ചറിൽ വേണ്ട ഹ്യൂമിഡിറ്റിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നു. അപ്പൊ സാർ നേരത്തെ പറഞ്ഞു ലൈറ്റ് അകത്തേക്ക് കിടക്കും, പക്ഷേ ഇത് പല ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും ചൂടുണ്ടാകുന്നു. പക്ഷെ ചൂടിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. കാറിന്റെ എക്സാമ്പിൾ സാർ പറഞ്ഞതാണ്. അപ്പം ചൂടിന് ഒപ്പേക്കാണ്, ലൈറ്റിന് ട്രാൻസ്പെറന്റ് ആണ്. അതാണ് പ്രിൻസിപ്പിൾ അവിടെ വരുന്നത്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ എയർ ഹീറ്റിംഗ് സിസ്റ്റം സാറ് പറഞ്ഞു, നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണക്കാൻ അതിനകത്ത് പോസിറ്റീവ് ആണ് എയർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ പോസിറ്റീവ് സൈഡാണ്.
കുട്ടികളെ സംശയമുള്ളത് പിന്നീട് ചോദിക്കാം. അതെ, നിങ്ങൾക്ക് എനർജി ഫോറം ഗ്രീൻ എനർജി ഫോറം 3 എന്നുള്ള ഇമെയിലിനകത്ത് നിങ്ങളുടെ ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് ടീച്ചർക്ക് കൊടുത്ത് അല്ലെങ്കിൽ വേറെ ഒരു വിദഗ്ധയ്ക്ക് അയച്ച് അവരുടെ കയ്യിൽ നിന്ന് ഉത്തരം വാങ്ങിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ശരി, അപ്പോൾ ഇനി അടുത്ത അനൗൺസ്മെന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടർ രത്നകുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സർ, ബയോഗ്യാസ് പ്ലാന്റ് പൂർണ്ണമായും പ്രകൃതി സൗഹൃദമല്ലെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? ഇന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്താൻ സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പുതിയ മെച്ചപ്പെട്ട ബയോഗ്യാസ് പ്ലാന്റുകളും ലോകത്തിൽ ഒരുപാടുണ്ട്. നമ്മള് പറയാനുള്ളതെന്ന് വെച്ചാല് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രീൻ എനർജി ഫോറത്തിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ എല്ലാ മെസ്സേജിനകത്തും അതിന്റെ ലിങ്ക് അയക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ചാറ്റ് ബോക്സിലുണ്ട്. അപ്പൊ നിങ്ങളത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്കുള്ള ക്ലാസ്സിന്റെ എല്ലാ അതിനകത്തും വീഡിയോ എല്ലാം അതിനകത്തുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് വന്നിട്ട് വർക്ക് ബുക്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ആ ക്ലാസ്സിൽ എടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് അവസാനം ഇവാലുവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അടുത്ത ക്ലാസ് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആണ്. 3 ക്ലാസ്സുകൾ കൊണ്ട് നമ്മളെ പ്രോഗ്രാം തീരുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ നിരന്തരമായിട്ട് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും നമുക്ക് അറിയിക്കാൻ നിങ്ങൾ ശരിക്കും പറഞ്ഞ ടീച്ചർ കംപ്ലീറ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാം. നേരത്തെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്തായിരുന്നു 1-2 പേര്. ഇപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതനുസരിച്ച് നമ്മൾ സൂമിന്റെ ലിങ്കിന്റെ അവരുടെ ആപ്ലിക്കേഷന്റെ അവരുടെ കപ്പാസിറ്റി നമ്മൾ കൂട്ടി 500 പേർക്ക് കൂടെ പങ്കെടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് എല്ലാം പറഞ്ഞ് എല്ലാവരും കയറട്ടെ, എല്ലാവരും പ്രയോജനപ്പെടുത്തട്ടെ. ഇത്രയാണ് സാർ അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്. സാർ ഇതേ സമയത്താണോ? അല്ല, സമയം 7 മണിയായി. 7 മണി ഏകദേശം. അപ്പൊ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ്, ഇന്ന് അറിയാലോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 10 ക്ലാസ്സാണ് മൊത്തം പ്ലാൻ. കൂടി പറയുവോ? ഏതാ ഏത് ദിവസം പറയോ? അതെ, ഇനി ചൊവ്വ, വ്യാഴം, ശനി ഈ 3 ദിവസങ്ങളിൽ 7 മണിക്കാണ് കൃത്യമായി ക്ലാസ് തുടങ്ങുക. അതിന് 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കയറാം എന്നാണ് സാറ് പറഞ്ഞത്. ശരി സാറേ. അപ്പൊ ഇനി അടുത്തതിലോട്ട് ഇടണം. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അവിടെ VTV മോഹൻ സാറുണ്ടോ? അല്ലല്ല, അനിത ശങ്കർ, ഡോക്ടർ അനിത ശങ്കർ. ശരി. സാർ, പഴയ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ റെക്കോർഡ് വീഡിയോ കിട്ടുമോ? വരും, യൂട്യൂബിൽ വരും. താങ്ക് യു സാർ. ശരി, അപ്പോൾ ഡോക്ടർ അനിത ശങ്കർ. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും എത്രയും സാറേ വീഡിയോ കിട്ടുന്നില്ല സാറേ. സാരമില്ല, എന്താണെന്നറിയാൻ കിട്ടുന്നില്ല. എത്രയും ബഹുമാനനായ അധ്യക്ഷൻ നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടർ വി കെ ദാമോദരൻ സർ, ഇന്ന് ക്ലാസ് എടുത്ത ശ്രീ KM ധരേശൻ ഉണ്ണിത്താൻ സർ, അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട സ്റ്റേറ്റ് കോർഡിനേറ്റർ രത്നകുമാർ സർ, പ്രിയപ്പെട്ട ലെബ സാർ, മധുകൃഷ്ണൻ സാർ, ഇന്ന് എന്റെ സുഹൃത്തു നമ്മളെ ടീച്ചർ, ഈ ക്ലാസ്സിൽ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന മെന്റർ ടീച്ചേഴ്സ്, എത്രയും സ്നേഹമുള്ള ശാസ്ത്രജ്ഞരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. രത്നകുമാർ സാറെ കേട്ടാവോ ഞാൻ പറയുന്നേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഗ്രീൻ എനർജി ഫോറത്തിന്റെ 7th ടോക്ക് സീരീസ് ആണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാർബൺ ന്യൂട്രാലിറ്റി ലൈഫ് സ്റ്റൈൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി നമ്മളുടെ ബഹുമാനനായ മുഖ്യ പ്രഭാഷകൻ ധരേശൻ ഉണ്ണിത്താൻ സാർ നമുക്ക് പറഞ്ഞു തന്നു. വളരെ ഗംഭീരമായൊരു ക്ലാസ് നടത്തേത്.
കാരണം കുട്ടികള് മിടുമിടുക്കരായ കുട്ടികളാണ്. അവർ എല്ലാ ദിവസവും ഓരോ ചോദ്യങ്ങളാണ്. അവരുടെ ചോദ്യങ്ങൾ കൊണ്ട് ഇന്ന് തന്നെ ആണെങ്കിലും ധാരാളം ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അവരോട് എന്തൊക്കെ ചെയ്യണം, റിന്യൂവബിൾ എനർജിയുടെ കാര്യമായാലും എനർജി എഫിഷ്യൻസി, അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. കാർബൺ ന്യൂട്രാലിറ്റി ലൈഫ് സ്റ്റൈൽ വീടുകളിൽ നിന്ന് തുടങ്ങണം എന്നുള്ള വലിയൊരു സന്ദേശം ഇന്ന് സാർ തന്നു. അതുകൊണ്ട് എനർജി മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, കേൾക്കാൻ വയ്യ സാർ? പുതിയ 150 മെസ്സേജ് വന്നാണ് എല്ലാം എടുക്കാൻ പറ്റുന്നത് ചാറ്റ് ബോക്സിൽ. കേൾക്കാമോ സാർ? 150 മെസ്സേജ് പോകുന്നു എല്ലാം കൂടെ. സാർ പറഞ്ഞോട്ടെ, കേൾക്കാവോ ഞാൻ പറയുന്നേ? അതെ. അപ്പോൾ എനർജി മാനേജ്മെന്റിനെ കുറിച്ചും സസ്റ്റൈനബിൾ ലാൻഡ് യൂസ്, അതൊക്കെ ഒരു പുതിയ അറിവാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ ഓക്സിജൻ റിലീസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചും, എനർജി എഫിഷ്യന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും, കാർബൺ ക്യാപ്ചറിങ്ങിനെ കുറിച്ചും ഒക്കെ വീടുകളിൽ ഓരോ കാര്യവും, ഇലക്ട്രിസിറ്റി എങ്ങനെ മാനേജ് ചെയ്യണം, റെഫ്രിജറേറ്റർ, AC, അതുപോലെ തന്നെ LED ലാംപ്സ്, എല്ലാത്തിനെയും കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞു. ശരിക്കും ഈ നമ്മളുടെ കുട്ടികൾ വിചാരിച്ചാല് ഒത്തിരി മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഒക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് എനർജി ഓഡിറ്റുമായിട്ട് മുമ്പോട്ട് പോകണം. നമ്മളുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വീടുകളിലെ എനർജി ഓഡിറ്റ്, നമ്മുടെ സ്ഥാപനത്തിലെ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് വേണ്ട ഗൈഡ് ലൈൻസ് എല്ലാം നമ്മളുടെ ബഹുമാനനായ സാറ് ഇന്ന് പറഞ്ഞു തരികയുണ്ടായി. സാർ, ഞങ്ങൾക്ക് സാറിന്റെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു. ഞങ്ങൾക്ക് കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ഒക്കെ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഗംഭീരമായിരുന്നു. ഒത്തിരി നന്ദി സാർ, ഒത്തിരി സ്നേഹവും നന്ദിയും ധരേശൻ ഉണ്ണിത്താൻ സാറിന് സമർപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാമായ VKD സാറാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തു തരുന്നത്. സാറിനോടും സ്റ്റേറ്റ് കോർഡിനേറ്ററിനോടും രത്നകുമാർ സാറിനോടും എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ലബ സാറിനോടും ഒക്കെ ഉള്ള ആദരവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നൈറ്റ്. ഈ ലബ്ബ സാർ അവസാനമായിട്ടെല്ലാം പറയാനുണ്ട്. ലബ്ബ സാർ കേൾക്കുന്നുണ്ട് സാർ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ. ഉണ്ണിത്താന്റെ പ്രഭാഷണം ശരിക്കും ശ്രദ്ധിച്ചെന്ന് പറയായിരുന്നു. ഓക്കെ, ഗുഡ്. സാറിന്റെ ശിഷ്യൻ കൂടിയാണല്ലോ. അതെ, ശിഷ്യൻ കൂടാണ്. Anyway, he has done well. A good job. Thank you. Okay. ശരി സാർ. അപ്പൊ ഈ കുട്ടികളോടുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് എടുക്കാം, അത് വായിച്ച് നിങ്ങൾക്ക് പ്രോജക്റ്റിന് പ്രയോജനപ്പെടുത്താം. അതുപോലെ ഇനിയുള്ള 3 മീറ്റിംഗ്സ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പങ്കെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ അറിവുകൾ വരും. വളരെ ദേശീയ ലെവലിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഫാക്കൽറ്റിയാണ് ഇതിനുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇത് പങ്കെടുത്തല്ല നല്ല അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. 135 പേരോളം ഗുഡ് അറ്റൻഡൻസ്. ഇപ്പൊ നിർത്താൻ സാറേ ക്ലാസ്. ദാമർ സാർ എന്ത് ചെയ്യാമല്ലോ അല്ലേ? VKD സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ് ടു ഓൾ. ഗുഡ് നൈറ്റ്. Sir, next class. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Good night. Thank you, sir. 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 Good night, sir. എല്ലാവർക്കും ഒന്നിച്ച് താങ്ക്സ്. Thank you, sir. ഓക്കെ, എന്ത് ചെയ്യണേ? Good night. Thank you, sir. Thank you, sir. ഓക്കെ, ഇത് എന്ത് ചെയ്യാണ് കേട്ടോ? വീട്ടിൽ എന്ത് ചെയ്യാണ്? ഒരുപാട് പേര് ഇരിക്കുവാന്നല്ലോ. നല്ല Thank you, sir. താങ്ക് യു. Thank you, sir. Thank you, sir.